ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നു, അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുക എന്ന് പറഞ്ഞ് ഒരു മഹാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കാണിക്കാം. മസിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഉപദേശം തരാം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഒരു മൂന്നവന്മാരെ ഇവരുടെ അക്കൗണ്ടെ കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ആക്കി വിട്ടേക്ക്. കാരണം ഇവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ സമൂഹത്തിനൊരു ബാഡ് ആയിട്ടുള്ള സാധനമാണ് ഇവന്മാർ മൂന്നവന്മാർ. മൂന്നവന്മാർ എന്നെയും കൂട്ടിയിട്ടുണ്ട്. നീ പിന്നെ വലിയ വാഴക്കാണല്ലോ സമൂഹത്തിന് വേണ്ടി ചെയ്തത്. ഈ പറയണതും സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്ത് തൊലിച്ചുകൊണ്ടിരിക്കുന്നവനാണല്ലോ. രണ്ടാമതെന്ന് വെച്ചാൽ അങ്ങോട്ടും തെറി വിളിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. ഞാനും ചോളമനും തെറി വിളിക്കാനാണ് യൂസ് ചെയ്യുന്നത്. തെറിവിളി അല്ലടാ, അത് നിനക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. നീ മണ്ടനായിട്ടാണ് നിനക്ക് പിടിയിട്ടത്. അത് തെറിവിളിയല്ല, അത് സ്വർണ്ണവും മുക്കുകൊണ്ടവും തമ്മിലുള്ള യുദ്ധമാണ്. ഒറിജിനലും വ്യാജവും തമ്മിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും തമ്മിലുള്ള യുദ്ധമാണ്. അത് സ്വർണ്ണവും മുക്കുകൊണ്ടവും തമ്മിലുള്ള യുദ്ധത്തെ വെറും ഒരു തെറിവിളിയാണോ എന്നൊക്കെ ഞാൻ വിളിക്കുന്ന ഒരു തെറി നീ കാണിച്ചാൽ മറ്റോ വിളിക്കുക. അതവൻ്റെ സംസ്കാരം ചോളം എന്ന് പറയണം. ഞാൻ എവിടെയാണ് തെറി വിളിച്ചത്? അത് വെറും ഒരു തെറിവിളിയല്ല, സ്വർണ്ണവും മുക്കുകൊണ്ടവും തമ്മിലുള്ള യുദ്ധമാണ്. യഥാർത്ഥ സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ്. ഒരു നാച്ചുറൽ എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് യൂസ് ചെയ്താന്ന് പറയും. വീർത്തെന്ന് വെച്ചാൽ കഴിക്കാത്ത ഫുഡില്ല. അവൻ ലോകത്തിലുള്ള എല്ലാ ഫുഡ് കഴിച്ചിട്ടും അവൻ്റെ മസിൽ ഞാൻ കണ്ടില്ല. ഈ യുവാവിന്റെ ശരീരത്തിൽ മസിൽ കണ്ടില്ലെന്നോ? നല്ലൊരു നാച്ചുറൽ ബോഡി. ഈ യുവാവിനെ എനിക്കറിയത്തില്ല, മുട്ടയടിച്ച യുവാവിനെ. ആരായാലും എന്തായാലും അത് കണ്ടിട്ട് കവട ബോഡിയല്ല, വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച ബോഡി. ഇനി ക്രിയാറ്റിൻ അടിച്ച് കയറ്റി വെള്ളം കയറി ചീർത്തിരിക്കില്ല. അങ്ങനെ കവടമായിട്ട് ചീർത്തിരിക്കണമെന്ന് അറിഞ്ഞൂടാ. എങ്ങനെ എടുക്കത്തില്ല. അല്ല, വെള്ളവും 916 ഗോൾഡ് എന്ന് പറയുമ്പോൾ വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച 916 നാച്ചുറൽ ബോഡി. വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച നാച്ചുറൽ ബോഡി 916 ആണ്. പരിശുദ്ധമായ സ്വർണ്ണം പോലെയാണ്. അപ്പോൾ ഈ യുവാവിന്റെ ശരീരം സ്വർണ്ണമാണ്. യഥാർത്ഥ വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച ഒറിജിനൽ ബോഡിയാണ്. മറ്റവനൊന്നും കൊള്ളത്തില്ല, പറ്റിച്ച് ചതിച്ച് കുത്തിവെച്ചേക്കും പോലെ അല്ല. അപ്പോൾ ഈ യുവാവിന് ബോഡി ഇല്ലെന്നാണ് പറയുന്നത്. ആ വീണ്ടും ഞാൻ കാണിക്കുകയാണ്. 1941 നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ബോഡി, വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച ബോഡി. എങ്ങനെയുണ്ട്? ഇതാണ് ഒറിജിനൽ ബോഡി. അപ്പോൾ ഈ ബോഡിയും ആ മുട്ടയടിച്ച യുവാവിൻ്റെ, അതായത് പേരെനിക്ക് അറിയത്തില്ല, ആ മുട്ടയടിച്ച യുവാവിനെ കാണിച്ചില്ല. ആ യുവാവിൻ്റെ ബോഡി നമ്മൾ നോക്കിയോ? ഈ ബോഡിയായിട്ട് യുവാവിൻ്റെ ബോഡി കമ്പയർ, നല്ല ഡീസൻറ്റ് ബോഡി. ആ യുവാവിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം വെള്ളവും ഭക്ഷണം കഴിച്ച ഒറിജിനൽ ബോഡി, അത് ഇഞ്ചക്ഷൻ എടുത്ത് സപ്ലിമെൻ്റ് എടുത്ത ഫേക്ക് അല്ല. അപ്പോൾ ആ യുവാവിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ വിചാരം ഇഞ്ചക്ഷൻ എടുത്ത ബോഡി കണ്ടിട്ട് പറയണം ഇഞ്ചക്ഷൻ എടുത്ത ബോഡി നോക്ക്, മറ്റേ മുട്ടയടിച്ച യുവാവിൻ്റെ ബോഡി ഇഞ്ചക്ഷൻ എടുത്തോണ്ട് അത്ര ഇല്ല. കാരണം മുക്കുകൊണ്ടത്തെ സ്വർണ്ണത്തെയും കമ്പയർ ചെയ്യുന്നത് നാണം വേണം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞാനൊക്കെ സാമൂഹ്യ ദ്രോഹിയാണ്, സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലാണ്. എടാ, ഇന്ന് ഇവിടെ ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് റിമോട്ട് എനിക്ക് മുമ്പ് ആര് സംസാരിച്ചടാ? ഇവിടെയുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള മുഖം കൊണ്ട് നടക്കുന്നവരൊക്കെ എന്താ അവൻ എങ്ങനെ 10 പണം കിട്ടാം? ഈ ഷട്ടുലാൻ്റെ വ്യത്യാസം അറിയാമോ? ഞാൻ എനിക്ക് എന്തെങ്കിലും കിട്ടാനല്ല, ഈ സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ സപ്ലിമെന്റ് കാര്യം എത്ര പേര് എനിക്കിപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാറ്, ഞാനൊന്നും എടുക്കത്തില്ലല്ലോ. കാരണം എനിക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ കുറയ്ക്കാം. ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. ബാക്കിയുള്ളവന്മാർ ഫിറ്റ്നസിൻ്റെ മേഖലയിൽ നിന്ന് അവൻ ഇതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതാണ് ഷട്ടുലാനും ബാക്കിയുള്ളവന്മാർ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, എല്ലാ കമന്റ് ബോക്സിന്റെ താഴെ നോക്കിയാൽ മതി. ഈ സെറോഡ് കുത്തിയമാർ പറയും, ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഞാൻ ലുലുമാളിൽ ഇടയ്ക്ക് പോകും, ട്രിവാൻഡ്രം ലുലുമാളിൽ, അവിടെ വെച്ച് കണ്ടോ ഇവൻ ആക്രമിക്കണം, സെറോഡ് അടിച്ചമാർ. അതുപോലെ തന്നെ ഇവന്റെ വീഡിയോ താഴെ കുറേ കമന്റുകൾ കിടക്കണേ. ഇവൻ എന്നെ സെറോഡ് അടിച്ചാൽ മറ്റേ കോമ്പറ്റീഷനൊക്കെ പോകണം മതി. ഇവൻ ഓങ്ങി വെച്ചിട്ടുണ്ട്. കാരണം വെള്ളവും ഭക്ഷണവും കഴിച്ച് വളർന്നു വരുന്ന തലമുറ ആരോഗ്യവാന്മാരായി അവരെ നന്നാവാൻ ശ്രമിക്കില്ല. എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്ത് മുക്കുവണ്ടം കവട ബോഡിയായി അവരെ ആരോഗ്യം നശിച്ച് സൊസൈറ്റി നശിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കൂട്ടം ചേർന്ന് മതിക്കണമെന്ന് എല്ലാ കമന്റിൽ നോക്കിയാൽ മതി. ഇവന്മാർ പറയും കൂട്ടം ചേർന്ന് ഇവനെ കൈ കിട്ടുമ്പോൾ ഓങ്ങി വെച്ചിട്ടുണ്ട്, ഇവനെ ശരിയാക്കി. എന്നെ ഈ സെറോഡ് അടിച്ചമാർ മൊത്തം ഞാൻ ഒറ്റയ്ക്കാണ്. അവന്മാർ ലക്ഷക്കണക്കിന് നിരന്ന് നിൽക്കുകയാണ് ഇങ്ങനെയുള്ളവന്മാർ. മനസ്സിലായില്ലേ? ഭീഷണികളും ഇങ്ങനെയൊക്കെ വന്ന് എന്നെ ലുലുമാളിൽ വെച്ച് കണ്ട അങ്ങ് ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതാണ് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഇപ്പോൾ പറയുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.